നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മധുരം പകർന്ന് വീണ്ടും ഒരു വായനാ ദിനം കൂടി. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന അർത്ഥവാക്യം അന്വർത്ഥമാകുന്ന ദിനം. പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. ജൂൺ 19 ദേശീയ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ലൈബ്രറി ഹാളിലായിരുന്നു വായനാ ദിന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യസ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും ജൂലൈ 18 നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ഇന്ന് ജൂൺ 19 അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മധുരം പകർന്ന് വീണ്ടും ഒരു വായനാ ദിനം കൂടി. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന ആപ്തവാക്യം അന്വർത്ഥമായ ദിനം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക വായനാ ദിന പരിപാടി. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നു പറഞ്ഞ് മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ PN പണിക്കർ അഥവാ പുതുവയിൽ നാരായണ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 1996 മുതൽ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയായിരുന്നു PN പണിക്കർ. PN പണിക്കരോടുള്ള ആദരസൂചകമായി എല്ലാ ജൂൺ മാസം 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായും ആചരിക്കുന്നുണ്ട്. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ജനിച്ച PN പണിക്കർ 1995 ജൂൺ 19 നിര്യാതനായത്. അധ്യാപകൻ കൂടിയായിരുന്ന PN പണിക്കരോടുള്ള ആദരസൂചകമായി കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 എന്നത് 2017 മുതലാണ് ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കുകയും തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് കൂടി തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ അഭിപ്രായപ്പെട്ടു. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാർക്കറ്റ് ഇന്റർവെൻഷൻ മാത്രമല്ല, മാർക്കറ്റിൽ വില നിയന്ത്രിക്കാനുള്ള ഇടപെടൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് കർഷകരുടെ നെല്ല് സംഭരിക്കുന്ന ഉത്തരവാദിത്വം, നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ വിതരണം, അതുപോലെ അംഗനവാടി അടക്കമുള്ള സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യധാന്യ വിതരണം, അതുപോലെ പെട്രോൾ പമ്പിൽ, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ആളുകൾ വന്നുകൂടുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകാത്തതാണ്, നൽകില്ല. കടം വാങ്ങിക്കാൻ പോലും അവസരമില്ല, കടം വാങ്ങാൻ പോലും അനുവാദമില്ലാത്ത ഘട്ടത്തിൽ അപ്പോഴും ജനങ്ങളെ കൈവിടാതെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് ഞാനിവിടെ സൂചിപ്പിച്ച ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ, റേഷൻ സംവിധാനത്തിലൂടെ, പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായാലും ഇത് പൂട്ടണമെന്നല്ല, ഇത് സംരക്ഷിക്കപ്പെടണം. ഈ അവസ്ഥ ഞങ്ങൾ തരണം ചെയ്യും, മെച്ചപ്പെട്ട സാഹചര്യം കൊടുക്കണമെന്നുള്ള ആലോചനയാണ്. ഉപയോഗശൂന്യമായ അരി ഏതെങ്കിലും കാരണവശാൽ റേഷൻ കടകളിൽ എത്തിയാൽ തിരിച്ചെടുത്ത് പുതിയത് നൽകാൻ കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സലാം MLA,
യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സേറസ് ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശൻ, എൻ കെ ബിജുമോൻ, മാർക്കറ്റിംഗ് മാനേജർ ഷെൽജി ജോർജ്, മേഖലാ മാനേജർ വി കുമാരി ലത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. വള്ളംകളിക്ക് മുൻപായി തന്നെ കനാൽ സൗന്ദര്യവൽക്കരണ പദ്ധതി പൂർത്തിയാക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ വാടക്കനാൽ തോടിന്റെയും വാണിജ്യ കനാൽ തോടിന്റെയും സൗന്ദര്യവൽക്കരണ പദ്ധതി ജലോത്സവ ദിനമായ ഓഗസ്റ്റ് 10 മുൻപ് പൂർത്തിയാക്കാനാണ് ബന്ധപ്പെട്ട അധികൃതരുടെ തീരുമാനം. നേരത്തെ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ MLA-മാരായ പി ചിത്രഞ്ജൻ, H സലാം എന്നിവർ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് കനാൽ സൗന്ദര്യവൽക്കരണ തീരുമാനമടക്കം കൈക്കൊണ്ടത്. ആലപ്പുഴ ചുങ്കം മുതൽ YMCA പാലം വരെ 8 കിലോമീറ്റർ കനാൽ കരകളിലാണ് സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നത്. ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴ നഗരസഭ, കനാൽക്കരയിലെ വിവിധ സ്ഥാപനങ്ങൾ, വിവിധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാകും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക. സൗന്ദര്യവൽക്കരണം നടപ്പാക്കുന്നതോടൊപ്പം 5 വർഷത്തെ പരിപാലനവും ഏറ്റെടുക്കണമെന്നതാണ് ഏക വ്യവസ്ഥ. സ്ഥാപനങ്ങൾ അവരുടെ CSR ഫണ്ട് ഇതിനായി വിനിയോഗിക്കും. കനാലിലെ മാലിന്യവും നീരൊഴുക്കിന് തടസ്സമായ മരങ്ങളും നഗരസഭയുടെ ചുമതലയിൽ നീക്കം ചെയ്യും. ടൂറിസം രംഗത്തിന് പുത്തുണർവ് നൽകുന്ന കനാലിന്റെ സൗന്ദര്യവൽക്കരണ പദ്ധതി തീർത്തും മാതൃകാപരമാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ജൂൺ 19 ദേശീയ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ലൈബ്രറി ഹാളിലായിരുന്നു വായനാ ദിന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 19 ദേശീയ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ലൈബ്രറി ഹാളിലായിരുന്നു വായനാ ദിന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തില് ഓരോ യുഗം കഴിയും തോറും വായന പിന്തള്ളിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെയാകെ നമ്മളാകെ വായിച്ചു വളരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ മാത്രമല്ല, മുഴുവൻ ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുവാനും പുസ്തകങ്ങൾ വായിക്കുവാനും, വായിച്ചാൽ വിളയുമെന്നും വായിച്ചാലും വായിച്ചില്ലേലും നമ്മൾ വളരും, അല്ലേ? വായിച്ചാൽ എങ്ങനെ വളരും? അത് വിളയുമെന്നാണ് പറയുന്നത്. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ എങ്ങനെ? അത് വളഞ്ഞു പോകും. അപ്പൊ അത്തരം സാഹചര്യത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നത്. എന്തായാലും നമ്മൾ പുസ്തകം അറിയണം, പുസ്തകത്തെ അറിയണം. പാഠ്യ പദ്ധതികളെല്ലാം തന്നെ അറിയുന്നതോടൊപ്പം പാഠ്യേതര പദ്ധതികളെ കുറിച്ചും നമ്മൾ അറിയണം. വായന എന്നത് അന്യം നിന്ന് പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും പരന്ന വായനയിലൂടെ മാത്രമേ വിവരവും വിവേകവുമുള്ളവരായി നമുക്ക് മാറാൻ കഴിയൂ എന്നും അവർ പറഞ്ഞു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ വിനീത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർമാരായ സിമി ഷാഫി ഖാൻ, സുമം സ്കന്ദൻ, ജ്യോതി പ്രകാശ്, നഗരസഭ ലൈബ്രറിയൻ ബിസ്മി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ബി നസീർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കാരുണ്യ സ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും ജൂലൈ 18 നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണ ദിനത്തിൽ കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാരുണ്യ സ്പർശം മെഡിക്കൽ ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തും.
ജൂലൈ 18 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ കായംകുളം കദീഷ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതെന്നും ജീവിതശൈലി രോഗങ്ങൾ, ജനറൽ മെഡിസിൻ, നേത്രപരിശോധന, മാമോഗ്രാം ടെസ്റ്റ് അടക്കമുള്ള ക്യാൻസർ നിർണയ പരിശോധനകളും ക്യാമ്പിൽ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി കായംകുളത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ 1ാം ചരമവാർഷിക ദിനവും അതിനോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ബഹുമാന്യനായ നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിക്കും. പ്രമുഖ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചിറപ്പുറത്ത് മുരളി, T സൈനുലാബ്ദീൻ, കറ്റാനം ഷാജി തുടങ്ങിയവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മധുരം പകർന്ന് വീണ്ടും ഒരു വായനാ ദിനം കൂടി. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന അർത്ഥവാക്യം അന്വർത്ഥമാകുന്ന ദിനം. പുതുതായി 10 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. പുന്നപ്രയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം കാണാനെത്തുന്നവരെ വരവേൽക്കാൻ ഇത്തവണ ആലപ്പുഴ നഗരത്തിലെ പ്രധാന കനാലുകളും തീരവും അണിഞ്ഞൊരുങ്ങും. ജൂൺ 19 ദേശീയ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ലൈബ്രറി ഹാളിലായിരുന്നു വായനാ ദിന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യ സ്പർശം മെഗാ മെഡിക്കൽ ക്യാമ്പും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും ജൂലൈ 18 നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.